ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ലൈക്ക് ഇവിടെ തന്നെ അടുപ്പിച്ച് ഡ്രൈവിംഗ് സ്കൂളൊക്കെ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഡ്രൈവിംഗ് സ്കൂൾ എത്ര തന്നെ തുടങ്ങിയാലും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് ചെയ്യുന്ന വ്യക്തിയുടെ അടുത്ത് എപ്പോഴും ആൾക്കാർ തിരഞ്ഞെത്താം. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് പാസ്റ്റ് 21 ഇയേഴ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഫിലിപ്സ് എന്ന് പറയുന്ന നെയിമിന് അല്ലെങ്കിൽ ഈ ഫിലിപ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് നല്ല ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവുമല്ലോ ഈ സ്ഥലത്ത്. അത് ഞാനല്ല ശരിക്കും പറയേണ്ടത്. എനിവേ പാർട്ടികളാണെങ്കിൽ എനിക്ക് നല്ല ഒരു നെയിമുണ്ട്. ഒരു നമ്പർ ബെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ 1 എന്നുള്ള ഒരു പേര് ഉണ്ട്. അതുള്ളൊരു അഭിമാനത്തോടുകൂടി ഞാൻ എപ്പോഴും എല്ലാവരും ഓർക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഇത് നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒളിച്ചു വെക്കരുത്. പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ എത്ര പേര് സാധാരണ ഒരു മാസത്തിൽ പഠിക്കാൻ വരും? അത് ഡിപ്പെൻഡിങ് സീസൺ അനുസരിച്ചാണ്. ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വരും. 30 സ്റ്റുഡൻസ് ഒക്കെ വരാം പെർ മന്ത്. അത് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ. കാരണം അത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയാൻ പറ്റില്ല. അത്ര ഒരു ലിമിറ്റഡ് ആണ് എൻ്റെ വരുന്നത്. അപ്പോൾ ചില ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ കൂടുതലുണ്ടാവും. എൻ്റെ കുറച്ച് ലിമിറ്റഡ് ആണ് ഞാൻ. കാരണം ഞാൻ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഓരോ കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഏജൻസി വർക്കുകൾ ഒന്നും ചെയ്യിക്കില്ല. ഓൺലി ഡയറക്റ്റ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ അത് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. കാരണം എല്ലാം കൂടി ചെയ്ത് ഇപ്പോൾ സമുദ്രം പോലെ ആയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ. എനിക്ക് കൂടുതലും വരുന്നത് ISC ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സ്റ്റുഡൻസ് ആണ് വരുന്നത്. അപ്പോൾ അവർ തന്നെ മിക്കവാറും PhD സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ആയിരിക്കും. കൂടുതൽ പറഞ്ഞത് എനിക്ക് ആ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിലൊരു അഭിമാനമുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ RTOയിലാണെങ്കിലും നല്ലൊരു പേര് എനിക്കുണ്ട്. കാരണം ഒരു നന്നായിട്ട് പോകുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിനു മുമ്പിടാണ് RTO തന്നെ എപ്പോഴും പറയുമായിരുന്നു, അവിടെ ഫിലിപ്സിൽ പോയി നോക്കി അവിടെ കണ്ട് പഠിക്കുക, അവരെന്താ ചെയ്തിരിക്കണത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. കൂടുതൽ കാൻഡിഡേറ്റ്സ് കൂടുതൽ പൈസ കിട്ടുന്ന ക്വാളിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളതാണ് കൂടുതൽ ഞാൻ നോക്കുന്നത്. പൈസ ദൈവം ഇന്ന് തരും അല്ലെങ്കിൽ നാളെ തരും, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് പൈസ വരാൻ പെട്ടെന്ന് പോകും. പക്ഷേ ഈ ഒരു പേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാർക്കറ്റിൽ. പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ എത്ര തന്നെ പഠിച്ചാലും നമ്മൾ സ്വന്തം വണ്ടി ഓട്ടിക്കുമ്പോൾ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ആവാറുള്ളൂ അല്ലെങ്കിൽ പഴകാറുള്ളൂ. ബിക്കോസ് ഡ്രൈവിംഗ് സ്കൂളിൽ മറ്റേ ലെഫ്റ്റ് സൈഡിൽ കൺട്രോൾ ഉണ്ടാവും, ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് ബ്രേക്കും ക്ലച്ചും ഉണ്ടാവും, അതുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഇപ്പോൾ ഒരു പ്രൊഫഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് പ്രൊഫഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു എഞ്ചിനീയർ ഒരു MBBS പാസ്സായ ഡോക്ടർ, അവർ പാസ്സായി കഴിഞ്ഞാൽ ഉടനെ നല്ലൊരു ഡോക്ടറായിട്ട് മാറാൻ ചാൻസ് ഇല്ല. ബൈ എക്സ്പീരിയൻസ് കൊണ്ടാണോ വരുന്നത്. അവർ MS ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിലുള്ള ഒരാൾക്ക് നമ്മളൊരു അസുഖം പറഞ്ഞ ആൾ മരുന്ന് തരും നമ്മൾക്ക്. നമ്മൾ അസുഖം മാറുകയും ചെയ്യും, പക്ഷേ ചെറിയ അസുഖങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു നല്ല ഡോക്ടർ ആണെങ്കിൽ ബൈ എക്സ്പീരിയൻസ് കൊണ്ട് നല്ലൊരു മെഡിക്കൽ കോളേജിൽ പാസ്സായതിനു ശേഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് അവർക്ക് അതിൻ്റെ പേഷ്യൻസിനായിട്ടുള്ള ഇടപെട്ട് നല്ലൊരു ഡോക്ടറാവുന്നു. അതേപോലെ സെയിം തന്നെയാണ് ഇത്. പഠിച്ചതിന് ശേഷമാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടണവർക്ക്. ഈ ഡ്രൈവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആണ് അതിൻ്റെ സ്റ്റഡി, തീർന്നില്ല. അത് ഓരോരോ എക്സ്പീരിയൻസിലും ഓരോന്നും നമുക്ക് കിട്ടും. അത് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ പോകുന്നതിന്, ഇപ്പോൾ സിറ്റി ഡ്രൈവിംഗ് ആണെങ്കിലും ഇപ്പോൾ നാഷണൽ ഡ്രൈവിംഗ് ആണെങ്കിലും നമുക്ക് ഓരോരോ സ്പോട്ടിലും നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആ പഠിപ്പ് തീരുന്നില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് സ്റ്റഡിയാണ് അത്. ഇപ്പോൾ നോർമലി നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ കാറുകളിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ പർട്ടിക്കുലർലി സാൻട്രോ ആയാലും 800 ആയാലും എസ്റ്റീം ആയാലും ചില ഡ്രൈവിംഗ് സ്കൂളൊക്കെ പർട്ടിക്കുലർ കാർസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പനിയുടെ കാർസാണ് അവർ പഠിപ്പിച്ച് കൊടുക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ അസെൻറ്റ് മാത്രമുള്ള സ്ഥലം, അതൊക്കെ ആ ഒരു ബിഗ് കാർസ് പഠിക്കാനായിട്ട് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ല കമ്പനിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കമ്പനികൾ, ഇപ്പോൾ ബാംഗ്ലൂരിലെ കമ്പനികൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാരുതി ഷോറൂംസ്, ഇപ്പോൾ RNS അതേപോലെയുള്ള അവർ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്ന ഞങ്ങളെപ്പോലെ അവർ കുറച്ചും കൂടി ഇത്
എമൗണ്ട് കൂടുതലാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ അത്രയും ചാർജ് ചെയ്യുന്നില്ല. എന്നാൽ പഠിപ്പിക്കുന്ന മെത്തേഡ് എല്ലാം സെയിം തന്നെ. ഡ്രൈവിംഗ് ഈസ് നോർമലി എല്ലാവർക്കും എങ്ങനെയാണ് ഒരു ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ സ്റ്റിയറിംഗ് അത്ര. ഇപ്പോൾ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലും സ്റ്റിമുലേറ്റർ ഇല്ല. അതൊരു നെക്സ്റ്റ് ഫീച്ചറിൽ അത് മിക്കവാറും എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ RNS പോലെയുള്ള ഷോറൂം കാര്യം നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ സ്റ്റിമുലേറ്റർ ഉണ്ടാവും. ഇപ്പോൾ മിക്കവാറും എല്ലാ RTOയിലും സ്റ്റിമുലേറ്റർ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസിനെയും സ്റ്റിമുലേറ്ററിൽ അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫീൽഡിലേക്ക് വിടുന്നത്, ടെസ്റ്റ് ഫീൽഡിലേക്ക് വിടുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ഫീൽഡ് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഈ സർക്കാരും ഇപ്പോൾ ടെസ്റ്റ് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ടെസ്റ്റ് ട്രാക്കിൽ അവർ തനിയെ ഓടിച്ച് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആണെങ്കിൽ മാത്രമേ പാസ്സാകുള്ളൂ. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ചുമ്മാ അങ്ങനെ പഠിച്ച് ഒന്നും പാസ്സാകാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് അതിൻ്റെ തറോ നോളജ് ആയ ഡ്രൈവിങ്ങിനെ പറ്റി നന്നായിട്ട് ഓടിച്ചാൽ മാത്രമേ ഇപ്പോൾ പാസ്സാകുന്നുള്ളൂ. ശരിയാണ്. പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും പഠിച്ച് നമ്മൾ ലൈസൻസ് വാങ്ങിക്കാൻ പോകുമ്പോൾ മുന്നോട്ടാണ് കാർ ഓടിക്കാൻ പറയുന്നത്. ഏത് RTO റിവേഴ്സ് കാർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ റിവേഴ്സ് കൂടുതൽ വരുന്നുണ്ട്. അത് ഈ ഡ്രൈവിംഗ് സ്കൂൾ പഠിച്ച് കഴിഞ്ഞിട്ട് അവർ എത്ര കാലം അവർ സ്വയമായിട്ട് വണ്ടി ഇതിൽ കയറാണ്ട്, എന്താ പറയുക, ട്രാഫിക്കിൽ കയറാണ്ട് വണ്ടി ഓട്ടി പഴകണം അവരുടെ വണ്ടി? അത് അവർക്ക് ഓരോ വണ്ടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 10 ഡേയ്സിൽ പഠിക്കാനേ ഉള്ളൂ മാക്സിമം. അത്രേ ഉള്ളൂ. അതത്ര ടഫല്ല അത്. പക്ഷെ ആ ബേസിക് കിട്ടണം നമുക്ക്. ആ ബേസിക് നോളജ്, ക്ലച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ബൈ എക്സ്പീരിയൻസിൻ്റെ കിട്ടുന്ന ഒരു ഇതാണ്. ഇപ്പം ഞാൻ പഠിച്ച കാലത്ത് പല പ്രാവശ്യം ഞാൻ സ്ലോപ്പിൽ കല്ലെടുത്ത് വെച്ചിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ബേക്കിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കേരളത്തിലാണ് ഡ്രൈവിംഗ് പഠിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം വണ്ടി എടുക്കുന്ന സമയത്ത് സ്ലോപ്പിൽ പോകുമ്പോൾ ബേക്കിലോട്ട് പോകും. കാരണം അതിപ്പോൾ പറഞ്ഞ പോലെ ടഫാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കല്ലെടുത്ത് വീലിൽ വെക്കും. അപ്പോൾ ബേക്കിലോട്ട് പോകില്ല, എന്നിട്ട് മൂവ് ചെയ്യും. നിർത്തി വെച്ച് കയറുമോ? ഇല്ല, ഒരു പ്രാവശ്യം മൂവ് ചെയ്താൽ പിന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. കാരണം ഏത് സ്ലോപ്പും എനിക്ക് ക്ലച്ച് ആൻഡ് ബ്രേക്കിൽ നിർത്താൻ പറ്റും. ഇവന് ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചിൽ നിർത്താൻ പറ്റും സ്ട്രോങ്ങില്. അപ്പൊ അത് ആ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നതാണ്. അത് ഇപ്പൊ ഒരു ലേണർ ലൈസൻസ് കിട്ടി ഉടനെ അവർക്ക് കിട്ടാനായിട്ട് ചാൻസ് കുറച്ച് കുറവാണ്. അല്ല, ലേണർ എന്ന് മാത്രമല്ല, കുറച്ച് കാലം എന്തെങ്കിലും ആ ഒരു സംഭവം വരുമ്പോഴാണ് അവർ പഠിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ മാതിരി ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. കാർ ഓരോന്നാണ് നമ്മൾ പഠിക്കുന്നത് പുറത്ത് പോകുമ്പോൾ. പിന്നെ ഈ ട്രാഫിക്കിൽ നോർമലി ഞാൻ ഒത്തിരി ഡ്രൈവിംഗ് സ്കൂളിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയുന്ന ആൾക്കാർ ഡ്രൈവിംഗ് സ്കൂൾ വെച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് കാർ മാത്രമേ പഠിപ്പിച്ച് തരുന്നുള്ളൂ. പക്ഷെ നോർമലി ആസ് പെർ റൂൾസ് നമുക്ക് കാറിലുള്ള എഞ്ചിൻ പാർട്സ് അടക്കം എല്ലാം ട്രെയിനിങ് കൊടുക്കണം. ഞങ്ങൾക്ക് ലെക്ചർ ഹാളുണ്ട്, ഡെമോൺസ്ട്രേഷൻ റൂമുണ്ട്. അതിൽ എഞ്ചിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ഉണ്ട്. ആ പാർട്സ് ഞങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. എഞ്ചിൻ്റെ ഇത്, ഹൗ ടു work that piston, everything, the oil rotation, then cooling, water cooling, then light arrangements. പിന്നെ ഓരോ എഞ്ചിൻ്റെ ഓരോ പാർട്സിനെ പറ്റിയും ഡെമോൺസ്ട്രേഷൻ കൊടുക്കണമെന്നാണ്. എന്നാൽ മാത്രമേ എപ്പോഴെങ്കിലും ഒരു എന്തെങ്കിലും അസംഭവിതം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും അതാണോ മിസ്റ്റേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും.